കേട്ടാ. അപ്പോൾ നമ്മൾ റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. അതുപോലെ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് ഈ പാത്രത്തിലാണ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ തൽക്കാലം അതിലേക്ക് മാറ്റിയിട്ടുണ്ട്, കാരണം നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ചോറ് അല്ല റൈസ് വേവിക്കാൻ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്യാം കേട്ടോ. മാരിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എനിക്ക് അധിക സമയം മാരിനേറ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ച് പോയതാണ്. അപ്പോൾ എന്തായാലും ഒരു 3/4 മണിക്കൂറെങ്കിലും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് സംഭവങ്ങൾ വെക്കണം കേട്ടോ. ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ സൈസിലുള്ള ഒരു ഉള്ളി, അതുപോലെ തന്നെ ഒരു ഫുൾ ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി. അത്രയേ ഉള്ളൂ. ഇനി ഇത് അടച്ചു വയ്ക്കുക. നമ്മൾ ഓൾറെഡി മസാല മിക്സ് ചെയ്ത സമയത്ത് അതിൽ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. ഹൈ ഫ്ലെയിമിലൊരു 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. മറച്ചിടണം. ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം ഇട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റൈസ് ഇതാക്കാൻ നോക്കാം. റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചിക്കൻ എന്താ പറയുക, ചിക്കൻ സ്റ്റോക്ക്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നമ്മൾ ചിക്കൻ സ്റ്റോക്കാണ് ഇടുന്നത്. ഞാൻ മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതാണ് തോന്നണു എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ മാഗി ക്യൂബ്. ഇപ്പം നമ്മൾ കുറച്ച് റൈസല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ ഇത് മതിയാവുമായിരിക്കും. ഇനി ഇതാ കുറച്ച് കുരുമുളക്, ഏലക്ക, ഇതാ ഇത് ബേ ലീഫ്, പിന്നെ മെയിൻ ഐറ്റം ഉണക്ക നാരങ്ങ. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്കിടാം. ഇതൊന്ന് തിളച്ചോട്ടെ കേട്ടോ. ചിക്കൻ അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഓക്കെ, വെള്ളത്തിലിട്ട് വെച്ച അരിയാണ് കേട്ടോ ഇത്. വാർത്തെടുത്താണ്, വെള്ളം ഒഴിവാക്കിയതാണ്. പതുക്കെ ഇട്ട് കൊടുക്കാം. കയ്യിൽ തെറിക്കാതെ നോക്കണേ. വെള്ളം കുറച്ച് കൂടി പോയാ ഓക്കെ. അപ്പോൾ വെള്ളം തിളച്ചു, അരി ഇട്ടു. ഇനി ചിക്കൻ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടാവും ഒരു സൈഡ്. അപ്പോൾ അത് മറിച്ചിടണം നമുക്ക്. ഇതിനി നന്നായി തിളക്കട്ടെ. ഫുള്ളായിട്ട് വേവേണ്ട ആവശ്യമില്ല. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു 80% വെന്താൽ മതി. ക്യാപ്സിക്കം ഫുള്ളും താഴെ പോകുന്ന രീതിയിൽ വേണം. ചിക്കൻ ഉണ്ടാക്കിയ പാത്രം വളരെ ചെറുതായ കാരണം എനിക്കിതിൽ റൈസ് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റാണ്. ഇത് വലുതാണെങ്കിൽ ഇതിൽ തന്നെ റൈസ് മാറ്റിയാൽ മതി ദമ്മിനിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി റൈസ് വാർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പകുതി റൈസ് ഇട്ടിട്ട് അതിൽ പച്ചമുളക് ഇങ്ങനെ നിരത്തി വെക്കണം. എന്നിട്ട് ബാക്കി റൈസ് കൂടെ ഇടാം. ഓക്കെ, സെറ്റ്. ഓക്കെ, നമ്മൾ അപ്പോൾ ചിക്കൻ വേവിച്ചു, റൈസ് വേവിച്ചു. റൈസ് പകുതി വേവിൽ ആണ് എടുക്കേണ്ടത്. ഇനി ചിക്കൻ വേവിച്ച അതേ പാത്രത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. ഞാൻ വേവിച്ചത് ചെറിയൊരു പാത്രത്തിലായിരുന്നു, അത് കാരണം ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ മാറ്റിയിട്ട് കുറച്ച് റൈസ് ഇട്ടു, എന്നിട്ട് അതിൻ്റെ മേലെ പച്ചമുളക് വെച്ചു, എന്നിട്ട് ബാക്കിയുള്ള റൈസ് കൂടെ ഇട്ടു. ഓക്കെ, ഇനി കുറച്ച് സമയം ഇത് ദമ്മിൽ വെക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. ഓക്കെ, എല്ലാവരും വെയിറ്റിംഗ് ആണ്. എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ലേറ്റായി നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ലേറ്റായി കഴിഞ്ഞാൽ വിശന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്കിത് ക്ലീൻ ചെയ്യാം. അമ്മേ ഇവിടെ ഇരിക്കാം. അമ്മേ അതൊക്കെ ഇവിടെ വെക്കുന്നൊക്കെ എടുത്തു. കാല് മടക്കി വെക്കാൻ പറ്റും ഇങ്ങനെ. ഓക്കെ, അമ്മ ഒരു ഇത് തന്നേന്നാ. ഇത് ആമിയുടെ പ്ലേറ്റ്. ഇത് ആമിക്ക്,
ഇത് പപ്പയ്ക്ക്. ഓക്കെ. അമ്മ ഇന്ന് എന്താ ഉണ്ടാക്കിന്നറിയോ? എന്താ? ബിരിയാണി. ബിരിയാണി അല്ല, മന്തി. ചിക്കൻ മന്തി. ഇഷ്ടാ? എന്തായി എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം കേട്ടാ. നോക്ക. ഒരു മിനിറ്റ്. ആമി പ്ലേറ്റ് ഒക്കെ ആയിട്ട് റെഡി ആയിരിക്കും അല്ലേ? റെഡി ആണോ ആമിയെ? അങ്ങനെ വെച്ചിട്ടിരിക്ക. ആ അതെടുത്തോ. നമുക്ക് ഇതില് കളറ് ചേർത്തിട്ടില്ല കേട്ടോ. സാധാരണ മന്തിയിൽ നമ്മൾ റെഡ് കളറ് ചേർക്കാറുണ്ട്. നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. മസാലയുടെ കളർ മാത്രമേ ഉണ്ടാവൂ. മന്തിന്റെ സ്മെല്ല് വരുന്നുണ്ടോ? ഇവിടെ ഇവിടെ ആമേ ഇഞ്ചി ഉണ്ടാ? ഇതമ്മ മിക്സ് ചെയ്യട്ടെ കേട്ടാ. അപ്പൊ ചിക്കൻ ചെറിയ പീസായിട്ട് കേട്ടോ. നമ്മൾ മന്തി ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. അത് കാരണം നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന പോലെ ചിക്കൻ വാങ്ങിച്ചേ. മന്തിക്ക് വലിയ പീസല്ലേ ഉണ്ടാവുക. മുളകല്ല. ആമി ഇത് കഴിച്ചോ. കുറച്ച് ഇത് മതിയാ? ചൂടാവൂല കുഞ്ഞിനെ. ഇത് മതിയാ? അമ്മ വായിൽ വെച്ചേരട്ടെ. നാമി തിന്നോ? കഴിക്ക്. അമ്മ പിടിച്ചരാം. ഇതാ ചിക്കൻ. എങ്ങനെയുണ്ട് കുഞ്ഞാ? നാളെ ബിരിയാണി.